യേശു യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ യേശു പുരുഷാരത്തിന് നടുവിലായിരിക്കുമ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് വന്ന് അവന്റെ കാൽക്കൽ വീണു. തന്റെ ഏകജാതയായ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. യേശു അവനോടുകൂടെ പോയി, വലിയ പുരുഷാരവും അവരെ പിൻചെന്നു. അപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉണ്ടായിരുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടന്നിരുന്ന അടുത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. 12 വയസ്സുള്ള ബാലിക ഉടനെ എഴുന്നേറ്റ് നടന്നു. കണ്ടു നിന്നവർ അത്യന്തം വിസ്മയിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് യേശു അവരോട് പറഞ്ഞു. യേശു ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.